അങ്ങനെ നമ്മൾ വിയറ്റ്നാമിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഐലൻഡായ ഫുക്കോക്ക് ഐലൻഡിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് നമ്മൾ രാവിലെ തന്നെ വിൻവണ്ടർ എന്ന് പറഞ്ഞ തീം പാർക്ക് കാണാൻ പോവുകയാണ്. വിൻവണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഡിസ്നി ലാൻഡിൻ്റെയൊക്കെ സ്റ്റൈലിലുള്ള ഒരു അടിപൊളി തീം പാർക്കാണ്. രാവിലെ 9 മണിക്കാണ് കേട്ടോ ഓപ്പണിംഗ് ടൈം. വൈകുന്നേരം 7:30 വരെ ഉണ്ട്. എൻട്രി ടിക്കറ്റ്സ് വേണമെങ്കിൽ കോംബോ ആയിട്ട് വിൻ സഫാരിയുടെ കൂടെ കോംബോ ആയിട്ട് എടുക്കാം, പിന്നെ ലഞ്ചിൻ്റെ കൂടെ കോംബോ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ വിൻവണ്ടറിൻ്റെ ടിക്കറ്റ് ഒറ്റയ്ക്ക് എടുക്കാം. ഒഫീഷ്യൽ സൈറ്റിലും പിന്നെ കുറേ ബുക്കിംഗ് ആപ്സിലൊക്കെ ഇതിൻ്റെ എൻട്രി ടിക്കറ്റ്സ് കിട്ടും കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഇത് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇങ്ങനെ ഒരു റിവർ സഫാരി എന്ന് പറഞ്ഞൊരു സഫാരി ഉണ്ട്, അതിൽ പോയി. പിന്നെ ഇങ്ങനെ വലിയൊരു വീൽ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ വലിയൊരു ജയൻറ്റ് വീല്. ഇപ്പോൾ അതൊക്കെ കറങ്ങുള്ളൂ കേട്ടോ, പക്ഷേ നല്ല വ്യൂ ആണ്. ഏറ്റവും മുകളിലിരുന്നാൽ കംപ്ലീറ്റ് ഫൂക്കോക്ക് നമുക്ക് കാണാം കേട്ടോ. ഇങ്ങനെ കുറച്ച് ദൂരങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണം. ഇതിൻ്റെ പേരാണ് ഈ വീൽ ഓഫ് ടൈം എന്നാണ് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ജയൻറ്റ് വീല് പോലത്തെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല രസമാണ്, നല്ല കാറ്റൊക്കെ ആയിട്ട് വെറുതെ കുറച്ച് നേരം സോറ പറഞ്ഞിരിക്കാനും വർത്താനം പറഞ്ഞ് ഫുള്ള് ഫൂക്കോക്ക് കാണാനും, പിന്നെ ഈ വിൻവണ്ടർ എന്ന് പറഞ്ഞ തീം പാർക്ക് ഫുള്ള് കാണാൻ ഓരോ റൈഡ് എവിടെയാണ് എന്താണെന്നൊക്കെ നമുക്ക് മുകളിലിരുന്നാൽ കാണാം. ഈ വലിയ ടേർട്ടിൽ ഷേപ്ഡ് ആയിട്ടുള്ള അക്വേറിയം ഉണ്ടല്ലോ, സീഷെൽസ് എന്ന് പറഞ്ഞ്, അതൊക്കെ നന്നായി എൻ്റെ മുകളിലിരുന്നാൽ കാണാം കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഈ സീഷെൽസ് അക്വേറിയം കാണാനാണ് പോകുന്നത്. കുറച്ച് റൈഡുകളിലൊക്കെ കയറിയതിൻ്റെ ശേഷം കേട്ടോ റിവർ സഫാരിയും വീൽ ഓഫ് ടൈമും ഒക്കെ കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വലിയ അക്വേറിയാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇങ്ങനെ ഒരുപാട് ഏരിയാസ് ഫുള്ളിങ്ങനെ നിന്ന് കാണാൻ പറ്റിയ ഒരുപാട് വലിയ വലിയ ഷാർക്കുകളും വെയിലുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല ഗ്രാൻഡായിട്ടൊരു അക്വേറിയം. ഈ നമ്മുടെ ദുബായിലൊക്കെ ഉള്ള ദുബായ് മാളിലൊക്കെ ഉള്ള അക്വേറിയത്തിനേക്കാളും വലുതാണ്. നല്ല രസമായിട്ട് നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ജെല്ലി ഫിഷുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിങ്ങനെ നല്ല കുറേ കളർഫുൾ ജെല്ലി ഫിഷും പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ജെല്ലി ഫിഷും ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എത്ര ഭംഗിയുള്ള ജെല്ലി ഫിഷിനൊന്നും അധികം കണ്ടിട്ടില്ല. കുറച്ച് അക്വേറിയങ്ങളിൽ മാത്രമേ പുറത്തൊക്കെ പോകുമ്പോൾ തായ്ലൻഡിലൊക്കെ ഉണ്ട് തോന്നുന്നു കുറച്ച്, അങ്ങനെ ദുബായിലും കുറച്ചുണ്ട്. അങ്ങനെ ഒരുപാട് ജെല്ലി ഫിഷുകളൊക്കെ ഉണ്ട്. പിന്നെ കണ്ടില്ല ഇങ്ങനെ കുറേ ടണൽ അക്വേറിയങ്ങളുണ്ട്. പിന്നെ ടണലിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നടക്കാൻ പറ്റിയതുണ്ട്. കുറേ ഷാർക്കുകളും വെയിലുകളും കുറേ വലിയ വലിയ ഫിഷൊക്കെ ഉള്ള നല്ലൊരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. ഈ ഷെൽ അക്വേറിയത്തിന് കുറേ കളർഫുള്ളായ ഫിഷുകളും ഒക്കെ ഉണ്ട് കണ്ടോ, നല്ല ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഈ മീനുകളെയൊക്കെ ഫീഡ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു പേയ്മെൻറ്റിൽ അതിൻ്റെ ഫിഷ് ഫുഡ് വാങ്ങാൻ കിട്ടും. അതിങ്ങനെ ഇട്ട് കൊടുത്താൽ ഫിഷ് ഒന്നായിട്ട് ഇങ്ങനെ ഓടി വരും കേട്ടോ. ഓടി വന്ന് കഴിക്കുന്നതൊക്കെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. പിന്നെ കുറേ ഫ്രോസൺ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂ ലൈറ്റൊക്കെ ഇട്ട് നല്ലൊരു ഏരിയ ഉണ്ട്. നമ്മുടെ ഈ പെൻക്വിൻസിൻ്റെയൊക്കെ ഏരിയ കേട്ടോ. അങ്ങനെ കുറേ പെൻക്വിൻസും ഒക്കെ ഡോൾഫിൻസും ഒക്കെ ഉള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. അങ്ങനെ അതിനെയൊക്കെ കാണാം. അതിങ്ങനെ താഴേക്ക് നീന്തി വരുന്നതും മുകളിലേക്ക് പൊങ്ങി വരുന്നതും ഒക്കെ കാണാം കേട്ടോ. കുറേ എണ്ണമുണ്ട്, നല്ല രസമുണ്ട് ഈ പെൻക്വിൻസിൻ്റെ. പിന്നെ ടണൽ അക്വേറിയാണ്, അതും കുറേ ലോങ് ആയിട്ടുള്ള ടണൽ അക്വേറിയം ഉണ്ട്. രണ്ട് സൈഡിൽ ഇങ്ങനെ ഫുൾ ആർച്ചായിട്ട് ആണ് ഈ ടണൽ നമുക്ക് നടക്കാനുള്ളത്. മുകളിലൊക്കെ ഫുള്ള് വലിയ വലിയ ഷാർക്കൊക്കെ ഇഷ്ടം പോലെ കാണാം കേട്ടോ. അങ്ങനെ നല്ല ബിഗ്ഗായിട്ടുള്ള നല്ല സൈസുള്ള ഒരു ടണൽ അക്വേറിയാണ്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമുക്ക് പിന്നെ അടുത്തത് നമുക്ക് വൈക്കിംഗ് റിവർ എന്ന് പറഞ്ഞ ഒരു റിവർ സഫാരിക്ക് പോവുകയാണ്. അങ്ങനെ കുറേ ടൈപ്പ് സഫാരികളുണ്ട്, നല്ല രസമായിട്ടോ. അങ്ങനെ വട്ടത്തിലിങ്ങനെ ഒരു വട്ടത്തിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, അതിലെല്ലാവരും കൂടി ഇങ്ങനെ കത്തിയൊക്കെ അടിച്ചിരുന്ന് നമുക്കിങ്ങനെ സുഖമായിട്ട് പോവാം. ചെറിയ ചെറിയ ഓരോ വെള്ളച്ചാട്ടം പോലത്തെ സ്ഥലങ്ങളുണ്ട്. അതിൽ കൂടി പോകുമ്പോൾ മാത്രം കുറച്ചൊരു ബമ്പിയാവും, പക്ഷേ നല്ല ത്രില്ലിംഗ് ആണ്, നല്ല രസമുണ്ട്. പിന്നെ ഒരുപാട് ലഞ്ച് കഴിക്കാൻ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഒഡീൻസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് കഴിച്ചത്. കുറേ കോംബോകളുണ്ട് കേട്ടോ, ബർഗറും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ കൂൾ കോഫിയും ഒക്കെ കൂടി വരുന്നതും, പിന്നെ ഇങ്ങനെ റൈസ്, ബീഫ്, പിന്നെ ഫിഷ്, സാൽമൺ വേണ്ടവർക്ക് അതും ചിക്കനും ഒക്കെ വരുന്ന കുറേ കോംബോസൊക്കെ ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒരു കോംബോ ഒക്കെ ആയിട്ട് സെലക്ട് ചെയ്യാം. ഇതാണ് അവിടുത്തെ മെനു ഒക്കെ കേട്ടോ. കുറേ അധികം പേരും കുറേ ഫ്രഞ്ച് ഫ്രൈ ബർഗറൊക്കെയാണ് കഴിച്ചത്. പിന്നെ കുറേ സ്പാഗറ്റി ഉണ്ട്, സ്പാഗറ്റി സീ ഫുഡ് സ്പാഗറ്റി എന്നൊക്കെ പറഞ്ഞ കുറേ കോംബോസ് ഉണ്ട് കണ്ടോ. ഇതാ ഞാൻ പറഞ്ഞ ബർഗറും ഒക്കെ കൂടെ വരുന്ന. പിന്നെ ഇങ്ങനെ കുറേ അതൊക്കെ ഈ വൈക്കിംഗ് കേവിലാണ്. കുറേ ആദിവാസികളെ പോലെ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഒരുപാട് റൈഡുകളുണ്ട് കേട്ടോ. കുറേ ഏരിയ നടന്ന് കാണാനും ഉണ്ട്. പിന്നെ കുറേ റൈഡുകളുണ്ട്. ഇത് വേറൊരു ട്രെയിൻ റൈഡാണ്. പിന്നെ കുറേ വാട്ടർ തീം പാർക്കുണ്ട്, ടൈഫൂൺ വേൾഡ് എന്ന് പറഞ്ഞിട്ട് വാട്ടർ തീം പാർക്കുണ്ട്. ഇത് ആലീസ് ഇൻ വണ്ടർലാൻഡിൻ്റെ നമുക്കൊരു ടീ വിത്ത് ആലീസ് എന്ന് പറഞ്ഞ ആലീസ് ഇങ്ങനെ ഒരു ടേബിളിൽ ഇരിക്കുന്നുണ്ട്. കുറേ ടീ ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് നമുക്ക് വേണമെങ്കിൽ ഭക്ഷണമൊക്കെ ചായ കുടിക്കുന്ന പോലെയൊക്കെ ഫോട്ടോസ് എടുക്കാം. അങ്ങനെ എല്ലാ റൈഡും ഷോയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ രാത്രി 7 മണിക്ക് അവിടെ ഗ്രാൻഡായിട്ടൊരു ഷോ ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരാണ് വൺസ് ഷോ. അതാരും മിസ്സാക്കരുത്, നല്ല അടിപൊളി ഷോ ആണ്. അതും കൂടി കണ്ടിട്ട് വേണം നമുക്ക് തിരിച്ചു പോരാൻ. 7:30 ഇത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യും. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പ്യുവർ വെജായ ആൾക്കാരാണെങ്കിൽ മഹാരാജാസ് റെസ്റ്റോറൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇന്ത്യൻ വെജ് റെസ്റ്റോറൻ്റ് അതിനകത്തുണ്ട് കേട്ടോ. പിന്നെ ഒരു ബുഫേ റെസ്റ്റോറൻ്റ് ഉണ്ട്. അങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്.
ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. ഈവനിങ്ങിൽ ടീയും സ്നാക്സും ഈവൻ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ചാട്ടുകൾ വരെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഈ മഹാരാജയുടെ ചാട്ട് കോർണറിൽ കുറേ ടൈപ്പ് ചാട്ട്സ് ഉണ്ട്. പിന്നെ കോക്കനട്ട് വാട്ടറും ഐസ്ക്രീംസും ജ്യൂസുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എൻട്രൻസിൽ. അങ്ങനെ അതൊരു തിരക്കാണ്. എക്സിറ്റിൻ്റെ സമയത്തൊരു തിരക്കാണ്. 7:30 എല്ലാം കൂടി കഴിഞ്ഞ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോണത് ഈ തുക്ക് എന്ന് പറഞ്ഞ വണ്ടി എടുത്തിട്ട് അതിലൊന്ന് കയറണമെന്ന് വിചാരിച്ചിട്ടേ നമ്മളിന്ന് വണ്ടിയൊക്കെ ഒഴിവാക്കി ബസ്സും ഒന്നും വേണ്ടാന്ന് വെച്ച് തുക്കിൽ കയറിയിട്ട് നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ പോലെയുള്ളൊരു സാധനമാണ് ഈ തുക്ക്. അതിൽ കയറിയിട്ടാണ് നമ്മൾ ഹോട്ടലിലേക്ക് പോയത്. 1 കിലോമീറ്ററേ ഉള്ളൂ. ഗ്രാൻഡ് വേൾഡിലാണ് നമ്മുടെ സ്റ്റേ എങ്കിൽ. പിന്നെ നമ്മുടെ ഹോട്ടലിൽ ഇങ്ങനെ കുറേ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ രാത്രി വീണ്ടും ആ പാർക്കിലൊക്കെ ഒന്ന് കളിച്ച് ഗ്രാൻഡ് വേൾഡ് ഒന്നും കൂടി കറങ്ങി കുറച്ച് ഷോപ്പിങ്ങും കൂടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഗ്രാൻഡ് വേൾഡിലും ഇതുപോലെ തന്നെ രാത്രി ആയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു 8:30 മണിക്കൊരു ഷോ ഉണ്ട് കേട്ടോ. അതിൻ്റെ നടുക്കുള്ള വെനീസ് കനാലിൽ ബോട്ടുകളൊക്കെ നല്ല ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു ഷോ ഉണ്ട്. അപ്പം അടുത്തതായിട്ട് നമ്മൾ ആ ഷോ കാണാൻ വേണ്ടി പോവാണ്. നല്ല കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അതിൻ്റെ സൈഡിൽ കേട്ടോ. അവിടെ ഞങ്ങൾ ഇരുന്നത് ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ ഈ കോക്കനട്ട് ഐസ്ക്രീം. വിയറ്റ്നാമിൻ്റെ ഫേമസ് ആണ്. നമ്മൾ കോക്കനട്ട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കഫേയിൽ നമ്മൾ സീറ്റ് പിടിച്ചു. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഈ ഷോയും കാണാം കേട്ടോ. അങ്ങനെ കറക്റ്റ് ആ ടൈമിൽ പോയിട്ട് ഒരു കഫേയിൽ ഇരുന്നാൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ ഫുള്ള് നല്ല ഭംഗിയിൽ ഇങ്ങനെ ലൈറ്റഡായിട്ട് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഇതിലെ നമ്മളെ കൊണ്ടുപോകുന്ന വെനീസ് ടാക്സിയാണ്. ഈ വെനീസ് വാട്ടർ ടാക്സിയുടെ എൻട്രി ടിക്കറ്റ് എടുത്തവർ ശ്രദ്ധിക്കേണ്ടത് രാവിലെ തുടങ്ങും കേട്ടോ. രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് സമയം ഒരു ലഞ്ച് ബ്രേക്ക് ഉണ്ട്. പിന്നെ ഈവനിങ്ങിൽ വീണ്ടും തുടങ്ങും. ഒരു 3:30 തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 8 മണിയോടുകൂടി ഇത് ക്ലോസ് ചെയ്യും കേട്ടോ. പിന്നെ 8:30 ഇവർ ഈ ബോട്ടുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് രാത്രിയുള്ള ഈ ഷോ ഉള്ളത് കേട്ടോ. അപ്പോൾ ഒരു 8 മണിക്കൊന്ന് ശേഷം പോയിട്ട് ഇതിന് കാണാൻ വേണ്ടി നിൽക്കരുത്. ബോട്ട് റൈഡ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ലതൊരു സൺസെറ്റിൻ്റെ ടൈമിലാണ് കേട്ടോ. ഒരു 6 o'clock നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫുള്ള് ഇങ്ങനെ ഗോൾഡൻ കളർ ലൈറ്റായിട്ട് കനാലിനൊക്കെ തന്നെ പ്രത്യേക ഭംഗിയായിരിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഒരു കഫേയിലിരുന്നിട്ട് ജ്യൂസൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഷോയും കാണാം. പിന്നെ അതിൻ്റെ സൈഡിൽ ഫുള്ള് ഇങ്ങനെ നൈറ്റ് മാർക്കറ്റാണ് കേട്ടോ. ഫ്രൂട്ട്സൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള മാങ്ങകളും ഓറഞ്ചുകളും ഒക്കെ ഉണ്ട്. ഈ മാങ്ങ ഇവിടുത്തെ പ്രത്യേകതയാണ് കേട്ടോ. വിയറ്റ്നാമിലും തായ്ലൻഡിലും പോയാൽ അവിടുത്തെ മാംഗോസ് ഭയങ്കര കളറുമാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. നമുക്ക് വേണമെങ്കിൽ നാട്ടിലേക്ക് വാങ്ങിക്കൊണ്ടാവാം. ലഗേജിലൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. കുറച്ച് പഴുപ്പ് പറഞ്ഞത് നോക്കി വാങ്ങിയാൽ മതി. ഞങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം തായ്ലാൻഡിൽ വന്നപ്പോഴും കുറേ കൊണ്ടേയിരുന്നു. നല്ല ടേസ്റ്റി മാംഗോസാണ് കേട്ടോ ഇവിടെ. അപ്പോഴും ഷോ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു 1/2 മണിക്കൂറോളം ഈ ഷോ ഉണ്ടാവും. അങ്ങനെ കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റിലൊക്കെ ഫുള്ള് കറങ്ങി. പിന്നെ ആ ഏരിയയിൽ കൂടെ നടക്കാൻ തന്നെ രാത്രിയൊക്കെ നടക്കാൻ ഭയങ്കര രസമാണ്. നല്ല വൈബുള്ളൊരു ഏരിയയാണ് കേട്ടോ ഈ ഗ്രാൻഡ് വേൾഡ് എന്ന് പറഞ്ഞാൽ. ഈ കനാലിൻ്റെ ചുറ്റും ഇങ്ങനെ യൂറോപ്യൻ സ്റ്റൈലിലുള്ള കുറേ ബിൽഡിങ്സ്, നല്ല കളർഫുള്ളായിട്ടുള്ള ഒരുപോലെ തോന്നുന്ന കുറേ ബിൽഡിങ്സാണ് കേട്ടോ. അങ്ങനെ അന്ന് രാത്രി ഞങ്ങൾ പിന്നെ ഗ്രാൻഡ് വേൾഡ് ഹോട്ടലിൽ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നമ്മൾ കേബിൾ കാറിൽ പോകുന്നതിന് മുമ്പായിട്ട് രാവിലെ സ്റ്റാർ ഫിഷ് ബീച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ. സ്റ്റാർ ഫിഷ് ബീച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും നോർത്തിലാണ് കേട്ടോ ഫുക്കോക്ക് ഐലൻഡിൻ്റെ. നമ്മൾ താമസിക്കുന്ന ഗ്രാൻഡ് വേൾഡിൽ നിന്ന് വീണ്ടും ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് നോർത്തിലേക്ക് പോകണം. അങ്ങനെ ഞങ്ങളുടെ ബസ് വന്ന് ഞങ്ങൾ ഈ സ്റ്റാർ ഫിഷ് ബീച്ചിലേക്ക് പോയി. 1 hour യാത്ര ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്കിങ്ങനെ കുറച്ചിങ്ങനെ ഒരു ബ്രിഡ്ജ് പോലെ കാണാം. 2 സൈഡിലിങ്ങനെ മീൻ വളർത്തുകയാണ്. കുറേ നെറ്റിലിങ്ങനെ മീനുകളെ വളർത്തുന്നുണ്ട്. ഇതിവർ ശരിക്കും ഫുഡിന് വേണ്ടി യൂസ് ചെയ്യാനും വിൽക്കാനൊക്കെ വേണ്ടിയുള്ള മീൻ വളർത്തലാണ് കേട്ടോ. പിന്നെ അവിടുന്ന് ഒരു ചെറിയ തോണിയുണ്ട്. ഈ തോണിക്ക് അവർ 200K ഒക്കെ പെർ ഹെഡ് വെച്ചിട്ടൊക്കെ ചാർജ് ചെയ്യും. ഏകദേശം 500 രൂപയോളം നമുക്ക് ചാർജ് വരും. അങ്ങനെ നമ്മൾ ആ തോണിയിൽ കയറിയിട്ട് വേണം പോകാൻ കേട്ടോ. ഒരു തോണിയിൽ കയറി പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഈ നല്ല നിറയെ സ്റ്റാർ ഫിഷ് ബീച്ചിലെത്തുക. ഈ തോണിക്ക് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം കേട്ടോ. ഒരു 200K, അതായത് 200,000, ഏകദേശം നമ്മുടെ ഒരു 600 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് തോണിയിൽ കയറിയിട്ട് പോയാലാണ് ഈ ബ്രിഡ്ജ് കാണുന്ന ഈ ഒരു ശരിക്കുള്ള ഐലൻഡിലെത്തുക. നല്ല രസമാണ് കേട്ടോ. ഐലൻഡിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സ്റ്റാർ ഫിഷിനെ കാണാൻ പറ്റും. കണ്ടില്ലേ, ഇഷ്ടം പോലെ കയ്യിലൊക്കെ ഇങ്ങനെ സ്റ്റാർ ഫിഷിനെടുത്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് സൺസെറ്റ് ടൗണിലാണ് കേട്ടോ. ഈ സൺസെറ്റ് ടൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു വൈബുള്ള വേറെ ഏരിയയാണ്. അത് ഏകദേശം സൗത്തിലേക്കാണ്. നമ്മൾ ഇതുവരെ നിന്നിരുന്നത് ഗ്രാൻഡ് വേൾഡ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഓഫ് ഫൂക്കോക്കാണ്. ഇനി നമ്മൾ സൗത്തിലേക്ക് പോവാണ്. അവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേൾഡിലെ ലോങ്ങസ്റ്റ് സീ ക്രോസിങ് കേബിൾ കാർ ഇവിടെയാണ് കേട്ടോ. ഹോൺതോം കേബിൾ കാർ എന്നതിന് പറയുക. 1 way ടിക്കറ്റോ 2 way ടിക്കറ്റോ ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ഒരു അക്വാടോപ്പിയ എന്ന് പറഞ്ഞ വാട്ടർ തീം പാർക്കിലേക്കാണ് കേട്ടോ. ആ തീം പാർക്കിൻ്റെ എൻട്രിയും കൂടി നമുക്ക് ടിക്കറ്റിൻ്റെ കൂടി ഇൻക്ലൂഡഡ് ആണ്. 8 കിലോമീറ്റർ കടലിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കേബിൾ കാറാണ് കേട്ടോ ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്. അങ്ങനെ നമ്മൾ ആ കേബിൾ കാറിൽ കയറി നല്ല വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് പോയി. ഫുൾ ഗ്രീനറിയാണ് കേട്ടോ. ചെറിയ ചെറിയ കുറേ ഐലൻഡ്സ് കാണാൻ പറ്റും കടലിൻ്റെ നടുക്കായിട്ട്. നല്ല കാറ്റൊക്കെയാണ്. കുറേ മുകളിലെ സൈഡുകളൊക്കെ ഓപ്പൺ ആണ് കേട്ടോ. നല്ല വ്യൂ ആണ്.
കിടിലൻ വ്യൂ ആണ് കേട്ടോ. കണ്ടോ എന്ത് ഭംഗിയാ, താഴേക്ക് നോക്കിയാൽ നല്ല നീല നിറമുള്ള കടലും കുറേ ചെറിയ ചെറിയ പൊട്ട് പോലെ കുറേ ദ്വീപുകളും ഒക്കെ കാണാം കേട്ടോ. അപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ കൂടി വരുന്ന കുറേ കേബിൾ കാറുകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് നല്ല എൻജോയ് ചെയ്ത ഒരു 8 കിലോമീറ്റർ യാത്രയാണിത്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തുന്നത് അക്വാടോപ്പിയ വാട്ടർ പാർക്ക്. ബാക്കി വിശേഷം